أشهد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതകാലത്തെ ചില സംഭവങ്ങൾ ഞാൻ ഇന്ന് വിവരിക്കുന്നതാണ്. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം ആസന്നമായപ്പോൾ അദ്ദേഹം ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമറിനെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പോൾ അദ്ദേഹം, അതായത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുകയുണ്ടായി, അല്ലയോ ഖലീഫത്തു റസൂൽ, അള്ളാഹു ആണ് അങ്ങ് കരുതുന്നതിലും കൂടുതൽ അദ്ദേഹം, അതായത് ഹസ്രത്ത് ഉമർ ഉത്തമനാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അല്പം കാഠിന്യമുണ്ട് എന്നത് ഒഴിച്ചാൽ. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കാഠിന്യത്തിൻ്റെ കാരണം അദ്ദേഹം എന്നിൽ സൗമ്യം കാണുന്നതാണ്. അദ്ദേഹത്തിന് നേതൃത്വം ലഭിച്ചാൽ അദ്ദേഹത്തിൽ ഇന്നുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം അപ്പോൾ ഉപേക്ഷിക്കുന്നതാണ്. കാരണം ഞാൻ ആർക്കെങ്കിലും നേരെ കഠിനമായി പെരുമാറിയാൽ അദ്ദേഹം അയാളുമായി എന്നെ രഞ്ജിപ്പിലെത്തിക്കാൻ ശ്രദ്ധിക്കുന്നതും, അതുപോലെ തന്നെ ആരെയോടെങ്കിലും ഞാൻ വളരെ മയത്തോടെ സൗമ്യമായി പെരുമാറിയാൽ അയാളോട് കഠിനമായി പെരുമാറാൻ എന്നോട് പറയുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഹദരത്ത് അബൂബക്കർ ഹദരത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. അദ്ദേഹത്തോടും ഹദരത്ത് ഉമറിനെ സംബന്ധിച്ച് ആരാഞ്ഞു. ഹദരത്ത് ഉസ്മാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അകം അദ്ദേഹത്തിൻ്റെ ബാഹ്യത്തേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഞങ്ങളിൽ ആരും തന്നെ അദ്ദേഹത്തെ പോലെയില്ല. അപ്പോൾ ഹദരത്ത് അബൂബക്കർ അവർ രണ്ടുപേരോടും പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ടുപേരോടും സംസാരിച്ച കാര്യം മൂന്നാമതൊരാളോട് പറയരുത്. തുടർന്ന് ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ ഹദരത്ത് ഉമറിനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ഹദരത്ത് ഉസ്മാനെ മറികടന്ന് മറ്റൊരു വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കില്ല. നിങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതിരിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ നിന്നും ഇനി വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പൂർവികരിൽ ഉൾപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗാവസ്ഥയിൽ ഹദരത്ത് അബ്ദുല്ല ബിൻ ഉബൈദുല്ല ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഹദരത്ത് ഉമറിനെ ജനങ്ങൾക്കുമേൽ ഖലീഫയാക്കിയിരിക്കുകയാണോ? താങ്കൾക്കറിയാമല്ലോ താങ്കളുടെ സാന്നിധ്യത്തിൽ പോലും ജനങ്ങളോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. എന്നിരിക്കെ അദ്ദേഹം തനിച്ചായാൽ എന്തായിരിക്കും സ്ഥിതി? താങ്കൾ താങ്കളുടെ നാഥനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവൻ താങ്കളുടെ പ്രജകളെ സംബന്ധിച്ച് ചോദിക്കില്ലേ? അതായത് അള്ളാഹു താങ്കളോട് താങ്കളുടെ പ്രജകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അദ്ദേഹം അവിടെ കിടക്കുകയായിരുന്നു, എന്നെ പിടിച്ചിരുത്തുക. അങ്ങനെ താങ്ങി പിടിച്ച് അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ ഇരുന്ന ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ എന്നെ അള്ളാഹുവിനെ തൊട്ടാണോ ഭയപ്പെടുത്തുന്നത്? ഞാൻ എൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ അവൻ എന്നോട് ചോദിക്കും, അപ്പോൾ ഞാൻ മറുപടി നൽകും, ഞാൻ നിന്റെ ദാസന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ദാസനെയാണ് മറ്റുള്ളവർക്കുമേൽ ഖലീഫയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇത് സംബന്ധിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളും മറ്റ് റഫറൻസുകളും ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് സമീപസ്ഥമായപ്പോൾ അദ്ദേഹം ആരെയാണ് ഇനി ഖലീഫയാക്കേണ്ടത് എന്ന കാര്യത്തിൽ സ്വഹാബാക്കളോട് കൂടിയാലോചന നടത്തി.
അധികം സഹാബാക്കളും ഹജരത് ഉമറിന് ഇമാറത്ത് നേതൃത്വം നൽകണം എന്നാണ് അഭിപ്രായപ്പെട്ടത്. ചിലർ ഹജരത് ഉമറിൻ്റെ പ്രകൃതത്തിൽ കാഠിന്യം കൂടുതലാണെന്നും അദ്ദേഹം ജനങ്ങളോട് കഠിനമായി പ്രവർത്തിക്കുമോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഈ കാഠിന്യം അദ്ദേഹത്തിന് ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നത് വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇനി അദ്ദേഹത്തിന് മേൽ ഉത്തരവാദിത്തം വന്നു ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ കാഠിന്യവും സന്തുലിതാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ എല്ലാ സ്വഹാബാക്കളും ഹസ്രത്ത് ഉമറിൻ്റെ ഖിലാഫത്തിൽ തൃപ്തരാകുകയുണ്ടായി. ഹസ്രത്ത് അബൂബക്കറിൻ്റെ ആരോഗ്യം വളരെ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ അസ്മയുടെ സഹായത്തോടെ, അതായത് അദ്ദേഹത്തിൻ്റെ കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല, കൈകളും വിറകൊള്ളുന്നുണ്ടായിരുന്നു, മസ്ജിദിൽ അദ്ദേഹം എത്തിച്ചേർന്നു. എല്ലാ മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ ആരാണ് നിങ്ങളുടെ ഖലീഫ ആകുക എന്നതിനെപ്പറ്റി നിരന്തരം ദിവസങ്ങളോളമായി ഞാൻ ആലോചനയിലാണ്. അവസാനം വളരെയേറെ ചിന്താവിചിന്തനങ്ങൾക്ക് ശേഷം, അതുപോലെ ദുആകൾക്ക് ശേഷം ഹസ്രത്ത് ഉമറിനെ ഖലീഫയായി നിർദ്ദേശിക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. ആയതിനാൽ എനിക്ക് ശേഷം ഉമർ നിങ്ങളുടെ ഖലീഫയായിരിക്കും. എല്ലാ സ്വഹാബാക്കളും അതുപോലെ മറ്റുള്ളവരും അവിടെ കൂടിയിരുന്നവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഇമാറത്തിനെ അംഗീകരിക്കുകയും ഹസ്രത്ത് അബൂബക്കറിൻ്റെ വഫാത്തിന് ശേഷം ഹസ്രത്ത് ഉമറിനും അവർ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം എന്തുകൊണ്ട് നേരിട്ട് ഖലീഫയ്ക്ക് നാമനിർദ്ദേശം നൽകി എന്നതിൻ്റെ ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളുടെ, അതായത് അണികളുടെ തിരഞ്ഞെടുപ്പിലൂടെ മാത്രമാണ് ഖലീഫയെ നിശ്ചയിക്കുന്നതെങ്കിൽ ഹസ്രത്ത് അബൂബക്കർ എന്തുകൊണ്ടാണ് ഹസ്രത്ത് ഉമറിനെ നേരിട്ട് നാമനിർദ്ദേശം ചെയ്തത് എന്ന ചോദ്യം ഉദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഇതാണ്: അദ്ദേഹം വെറുതെ നാമനിർദ്ദേശം ചെയ്ത് ഒഴിവാകുകയല്ല ചെയ്തത്, മറിച്ച് അതിനു മുമ്പേ അദ്ദേഹം സ്വഹാബാക്കളോട് കൂടിയാലോചന നടത്തി എന്നതിന് തെളിവുകളുണ്ട്. ഒരു വ്യത്യാസമുണ്ട്. മറ്റ് ഖലീഫമാരുടെ കാര്യത്തിൽ മരണശേഷം, ഒരു ഖലീഫയുടെ മരണശേഷമാണ് ഖലീഫമാരെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഹദരത്ത് ഉമറിനെ ഹദരത്ത് അബൂബക്കറിൻ്റെ ജീവിതത്തിൽ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതുകൊണ്ടും മതിയായില്ല. അതായത് ഹദരത്ത് അബൂബക്കർ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടില്ല. ഏതാനും സഹാബാക്കളുടെ അഭിപ്രായം ആരായുന്നതിൽ മാത്രം നിർത്തിയില്ല, മറിച്ച് അതിനുശേഷം അദ്ദേഹം ഹദരത്ത് ഉമറിൻ്റെ ഖിലാഫത്തിനെ കുറിച്ച് പൊതുവിളംബരം നടത്തുകയും വളരെയേറെ ക്ഷീണവും പ്രയാസവും ഉണ്ടായിട്ടും അദ്ദേഹം തൻ്റെ ഭാര്യയുടെ സഹായത്താൽ മസ്ജിദിലെത്തി ജനങ്ങളോട് ഇപ്രകാരം പറയുകയും ചെയ്തു: ജനങ്ങളെ, ഞാൻ സ്വഹാബാക്കളോട് കൂടിയാലോചന നടത്തിയ ശേഷം എൻ്റെ ഖിലാഫത്തിന് ശേഷം ഉമറിനെ ഖലീഫയാക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൽ സമ്മതമുണ്ടോ? അപ്പോൾ എല്ലാവരും തങ്ങളുടെ തൃപ്തി രേഖപ്പെടുത്തി. ചുരുക്കത്തിൽ ഇതും ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗത്തെയും വസിയത്തിനെയും സംബന്ധിച്ച് തബരി ചരിത്രത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഹസ്രത്ത് അബൂബക്കറിൻ്റെ രോഗാവസ്ഥയും കാരണത്തെയും കുറിച്ച് പറയുന്നു. ജമാദിൽ ആഖിർ 7-ാം വർഷം തിങ്കളാഴ്ച ദിവസം അദ്ദേഹം കുളിച്ചു. 7-ാം തീയതി അദ്ദേഹം കുളിച്ചു. അദ്ദേഹത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് പനി വന്നു. അങ്ങനെ 15 ദിവസങ്ങളോളം ആ പനി തുടർന്നു. എത്രത്തോളം എന്നാൽ നമസ്കാരത്തിന് പുറത്തു വരാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം ഹദരത്ത് ഉമർ നമസ്കരിപ്പിക്കണം എന്ന കൽപ്പന നൽകി, ഇമാമത്ത് നിൽക്കണമെന്ന് കൽപ്പിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുമായിരുന്നു. എന്നാൽ ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു. അന്ന് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അത് ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ വീട്ടിന് മുന്നിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. രോഗാവസ്ഥയിൽ ഹസ്രത്ത് ഉസ്മാൻ ആയിരുന്നു അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത്. അദ്ദേഹം 15 ദിവസം രോഗാവസ്ഥയിൽ തന്നെ തുടരുകയുണ്ടായി. ഒരാൾ അദ്ദേഹത്തോട് ഇനി വൈദ്യനെ വിളിച്ചാൽ നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈദ്യൻ എന്നെ നോക്കി കഴിഞ്ഞു. ജനങ്ങൾ ചോദിച്ചു, അയാൾ എന്താണ് താങ്കളോട് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞത് ഇന്നി അഫ്അലുമാ അഷാ, അതായത് ഞാൻ ഇച്ഛിക്കുന്നത് ഞാൻ ചെയ്യുന്നതാണ്. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഹസ്രത്ത് അബൂബക്കർ രോഗാതുരനായപ്പോൾ ജനങ്ങൾ ഇപ്രകാരം ചോദിച്ചു, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഏതെങ്കിലും വൈദ്യനെ വിളിച്ചു കൊണ്ടുവരട്ടെയോ? അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു,
അവൻ എന്നെ നോക്കി കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇന്നി ഫഅലുൽ ലിമാ യുരീദ്, ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം തന്നെ ചെയ്യുന്നതാണ്. അതായത് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തെന്നാൽ ഇനി തൻ്റെ അടുക്കലേക്ക് എന്നെ വിളിപ്പിക്കണം എന്നാണ് അള്ളാഹു ഇച്ഛിക്കുന്നത്. അതുകൊണ്ട് ഇനി വൈദ്യൻ്റെ ആവശ്യമൊന്നുമില്ല. ഹസ്രത്ത് അബൂബക്കർ ചൊവ്വാഴ്ച വൈകുന്നേരം മാദിയുൽ ആഖിർ 22-ാം തീയതി ഹിജ്റ വർഷം 12-ന് 63-ാമത്തെ വയസ്സിൽ വഫാത്താകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം 2 വർഷം 3 മാസം 10 ദിവസമായിരുന്നു. ഹദരത്ത് അബൂബക്കറിൻ്റെ അധരങ്ങളിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തായിരുന്നു ഉച്ചരിച്ചിരുന്നത്, വതവഫനി മുസ്ലിമൻ വാൽഹിക്കിനി ബിസ്വാലിഹിൻ, അതായത് അനുസരണമുള്ളവനായ അവസ്ഥയിൽ എനിക്ക് മരണം നൽകണമേ, എന്നെ സുഹൃതവാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണമേ. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോതിരത്തിൽ മുദ്ര വെച്ചിരുന്നത് നിഅമൽ ഖാദിറു അള്ളാ, അതായത് അള്ളാഹു എത്ര നല്ല കഴിവുകൾ കുടയവനാകുന്നു എന്നാണ്. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എൻ്റെ മരണാനന്തര ക്രിയകൾക്ക് ശേഷം എന്തെങ്കിലും വീട്ടിൽ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ ബാക്കിയുണ്ടായതെല്ലാം ഹദരത്ത് ഉമറിന് മുൻകൂട്ടി നൽകിയിരുന്നെങ്കിലും എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുകയുണ്ടായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഹദരത്ത് ഉമറിന് കൊടുത്തേക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. സംസ്കാര ക്രിയകളെക്കുറിച്ച് പറയുന്നു, ആ സമയത്ത് എൻ്റെ ശരീരത്തിലുള്ള വസ്ത്രം തന്നെ കഴുകി മറ്റു തുണിയോടൊപ്പം എനിക്ക് കഫൻ ചെയ്യണം. ഹദരത്ത് ആയിഷ പറഞ്ഞു, ഇത് പഴയ വസ്ത്രമാണല്ലോ, കഫൻ ചെയ്യാൻ പുതിയ വസ്ത്രമല്ലേ വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ജീവിച്ചിരിക്കുന്നവരാണ് മരണപ്പെട്ടവരെക്കാൾ കൂടുതൽ പുതുവസ്ത്രത്തിന് അർഹർ. പുതുവസ്ത്രം ജീവിച്ചിരിക്കുന്നവരെ ആരെങ്കിലും അണിയിപ്പിക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹദരത്ത് അസ്മാ ബിൻത് ഉമൈസ് അദ്ദേഹത്തിന് കുളിപ്പിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹദരത്ത് അബൂബക്കറിൻ്റെ മകൻ ഹദരത്ത് അബ്ദുറഹ്മാൻ അവരോടൊപ്പം സഹായത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കഫൻ 2 തുണി കൊണ്ട് നൽകുകയുണ്ട്. അതിലൊന്ന് കുളിപ്പിക്കാൻ ഉപയോഗിച്ചായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നത് 3 തുണിയിലാണ് കഫൻ ചെയ്തത് എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിൽ വെച്ചു. ഇത് ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കട്ടിലായിരുന്നു. അതേ കട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുപോയത്. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനും മിമ്പറിനും ഇടയിൽ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിപ്പിച്ചു. രാത്രി സമയത്ത് അതേ മുറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് അദ്ദേഹത്തിനെയും ഖബറടക്കി. അദ്ദേഹത്തിൻ്റെ തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിന് അഭിമുഖമായാണ് വച്ചിരുന്നത്. ഖബറടക്കുന്ന സമയത്ത് ഹദരത്ത് ഉമർ ബിൻ ഖത്താബ്, ഹദരത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഹദരത്ത് അൽഹ ബിൻ ഉബൈദുല്ല, ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ എന്നിവർ ഖബറിൽ ഇറങ്ങി എന്നിട്ട് ഖബറടക്കം നടത്തി. ഇബ്നു ഷിഹാബ് ഇപ്രകാരം നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഉമർ ഹദരത്ത് അബൂബക്കറിനെ രാത്രി സമയത്താണ് ഖബറടക്കിയത്. ഹദരത്ത് സാലം ബിൻ അബ്ദുള്ള തൻ്റെ പിതാവിൽ നിന്നും ഇപ്രകാരം വിവരിക്കുന്നു, ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണകാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്താൽ ഉണ്ടായിരുന്ന ദുഃഖമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം തുടർച്ചയായി ക്ഷയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ മരണകാരണം ഒരു യഹൂദി ഒരിക്കൽ വിഷം കലർത്തി ഭക്ഷണം നൽകിയിരുന്നു, അതായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ പൊതുവെ എല്ലാ ചരിത്രകാരന്മാരും ഈ നിവേദനത്തെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹദരത്ത് അബൂബക്കർ തൻ്റെ മരണം സമീപസ്ഥമായപ്പോൾ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, ഇത് ഏത് ദിവസമാണ്? അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, തിങ്കളാഴ്ചയാണ്. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ ഇന്ന് വഫാത്താകുകയാണെങ്കിൽ നാളെ വരെ കാത്തു നിൽക്കരുത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിന് ഏറ്റവും അടുത്തുള്ള പകൽ അല്ലെങ്കിൽ രാത്രി ആയിരിക്കും എനിക്ക് ഏറ്റവും പ്രിയങ്കരം. അതായത് എത്രയും പെട്ടെന്ന് ഖബറടക്കുന്നതായിരിക്കും നല്ലത്. ഹദരത്ത് അബൂബക്കർ തൻ്റെ അനന്തരാവകാശത്തെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, എൻ്റെ മരണശേഷം ഖുറാനിക കൽപ്പന പ്രകാരം തന്നെ എൻ്റെ അനന്തരാവകാശം വീതം വെക്കേണ്ടതാണ്. ചില നിവേദനങ്ങളിൽ അനന്തരാവകാശികൾ അല്ലാത്ത ബന്ധുക്കൾക്കും 5-1 വസിയത്ത് ചെയ്തിരുന്നതായും കാണുന്നുണ്ട്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ
ഭാര്യമാരെയും മക്കളെയും സംബന്ധിച്ചുള്ള പ്രകാരം വിവരണം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്നാമത്തേത് കുത്തൈല ബിൻത് അബ്ദുൽ ഉസ്സ. ഇവർ മുസ്ലിം ആയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവർ ഹസ്രത്ത് അബ്ദുള്ളയുടെയും ഹസ്രത്ത് അസ്മായുടെയും മാതാവായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ അവർക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ തലാഖ് നൽകിയിരുന്നു. ഒരിക്കൽ ഇവർ തൻ്റെ മകൾ ഹസ്രത്ത് അസ്മയുടെ അടുക്കൽ കുറച്ച് നെയ്യും പനീറും സമ്മാനമായി കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ഹസ്രത്ത് അസ്മ ആ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല അവരെ വീട്ടിൽ കയറ്റാൻ പോലും സമ്മതിച്ചില്ല. എന്നിട്ട് ഹസ്രത്ത് ആയിഷയെ ഇത് സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എൻ്റെ മാതാവ് സമ്മാനവുമായി ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ അവരെ വീട്ടിൽ കയറാൻ അനുവദിച്ചിട്ടില്ല, എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്ന് ചോദിക്കുക. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അവരെ വീട്ടിൽ പ്രവേശിപ്പിക്കുക, അവരുടെ ഉപഹാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ ഭാര്യ ഹസ്രത്ത് ഉമ്മെ റോമാൻ ബിൻത് ആമിർ ആയിരുന്നു. അവർ ബനു കിനാന ബിൻ ഖുസൈമ ഗോത്രക്കാരിയായിരുന്നു. അവരുടെ ആദ്യ ഭർത്താവ് ഹാരിസ് ബിൻ സുഖ്ബറ മക്കയിൽ തന്നെ വഫാത്താക്കുകയുണ്ടായി. അതിനുശേഷം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയായി മാറുകയായിരുന്നു. അവർ ആദ്യകാലത്ത് തന്നെ മുസ്ലിമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബയ്യത്ത് ചെയ്തു, മദീനയിലേക്ക് ഹിജ്റത്തും ചെയ്തു. അവരിലാണ് ഹസ്രത്ത് അബൂബക്കർ അബ്ദുറഹ്മാനും ഹസ്രത്ത് ആയിഷയും ജനിച്ചത്. അവർ ഹിജ്റ 6-ാം വർഷം മദീനയിലാണ് വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിൽ ഇറങ്ങി അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനായി ദുആ ചെയ്യുകയുണ്ടായി. മൂന്നാമത്തെ ഭാര്യ ഹസ്രത്ത് അസ്മാ ബിൻത് ഉമൈസ് ബിൻ മാബദ് ബിൻ ഹാരിസ് ആയിരുന്നു. ഉമ്മെ അബ്ദുള്ള എന്നായിരുന്നു അവരുടെ വിളിപ്പേര്. അവർ മുസ്ലിങ്ങൾ ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു മേൽ ബയ്യത്ത് ചെയ്തിരുന്നു. അവർ ആദ്യകാലത്ത് തന്നെ ഹിജ്റത്ത് ചെയ്തവരിലും ഉൾപ്പെടുന്നു. അവർ തൻ്റെ ഭർത്താവ് ഹസ്രത്ത് ജാഫർ ബിൻ അബൂ താലിബിൻ്റെ കൂടെ ആദ്യം ഹബ്ഷയിലേക്കും പിന്നെ അവിടെ നിന്നും ഹിജ്റ 7-ാം വർഷത്തിൽ മദീനയിലും എത്തി. ഹിജ്റ 8-ാം വർഷത്തിൽ മോത്ത യുദ്ധത്തിൽ ഹസ്രത്ത് ജാഫർ ഷഹീദായതിനെ തുടർന്ന് അവരെ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയായിരുന്നു. അവയുടെ വയറ്റിലാണ് മുഹമ്മദ് ബിൻ അബി ബക്കർ ജനിച്ചത്. നാലാമത്തെ ഭാര്യ ഹസ്രത്ത് ഹബീബ ബിൻത് ഖാരിജ ബിൻത് സെയ്ദ് ബിൻ അബു സുഹൈർ ആയിരുന്നു. അവർ അൻസാറിൻ്റെ ശാഖയായ ഖസ്റജ് ഗോത്രക്കാരിയായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ മദീനയുടെ പ്രാന്തപ്രദേശമായ സുനയിൽ അവരോടൊപ്പം താമസിച്ചിരുന്നു. അവരുടെ വയറ്റിലാണ് ഉമ്മു കുൽസും ജനിച്ചത്. ഇവർ ഹസ്രത്ത് അബൂബക്കറിൻ്റെ വഫാത്തിന് കുറച്ച് കാലം കഴിഞ്ഞാണ് ജനിച്ചത്. മക്കൾ 4 ആൺമക്കളും 3 പെൺമക്കളുമായിരുന്നു. ആദ്യത്തെ മകൻ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ ആണ്. ഇദ്ദേഹം ഹസ്രത്ത് അബൂബക്കറിൻ്റെ ഏറ്റവും മൂത്ത പുത്രനായിരുന്നു. അദ്ദേഹം ഹുദൈബിയ സന്ധിയുടെ ദിവസമാണ് മുസ്ലിം ആയത്. പിന്നെ ഇസ്ലാമിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തും സഹവാസവും ലഭിച്ചിരുന്നു. അദ്ദേഹം ധീരതയിലും തൻ്റെടത്തിലും വളരെ പ്രസിദ്ധനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായഗതികളൊക്കെ തന്നെ വളരെ അഭിനന്ദനാർഹമായിരുന്നു. രണ്ടാമത്തെ മകൻ ഹസ്രത്ത് അബ്ദുള്ള ബിൻ അബൂബക്കർ ആയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്ത സമയത്തിൽ അദ്ദേഹത്തിന് സുപ്രധാന പങ്ക് വഹിക്കാൻ സാധിച്ചു. അദ്ദേഹം പകൽ മുഴുവൻ മക്കയിൽ കഴിച്ചുകൂട്ടുകയും മക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും പിന്നെ രാത്രി സമയത്ത് രഹസ്യമായി ഗുഹയിലെത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിനും വിവരങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രഭാതത്തിൽ മക്കയിലെത്തിയിരുന്നു. തായിഫ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് മേൽ ഒരു അമ്പ് തറക്കുകയുണ്ടായി. അതിൻ്റെ മുറിവ് പിന്നീട് ഉണങ്ങിയില്ല. അവസാനം ആ കാരണത്താൽ ഹസ്രത്ത് അബൂബക്കറിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം ഷഹീദായി. മൂന്നാമത്തെ മകൻ മുഹമ്മദ് ബിൻ അബൂബക്കർ ആയിരുന്നു. അദ്ദേഹം ഹസ്രത്ത് അസ്മാ ബിൻത് ഉമൈസിൻ്റെ വയറ്റിലാണ് ജനിച്ചത്. ഹജ്ജത്തുൽ വദായുടെ അവസരത്തിൽ ദുൽ ഹുലൈഫയിൽ ആണ് ജനിച്ചത്. ഹസ്രത്ത് അലിയുടെ മടിത്തട്ടിലാണ് വളർന്ന് വലുതായത്. ഹസ്രത്ത് അലി തൻ്റെ കാലത്ത് അദ്ദേഹത്തെ ഈജിപ്തിലെ ഗവർണറായി നിശ്ചയിക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ തന്നെയാണ് വധിക്കപ്പെട്ടത്. ചില നിവേദനങ്ങളിൽ ഹസ്രത്ത് ഉസ്മാൻ്റെ കൊലപാതകത്തിൽ ഇദ്ദേഹത്തിനു പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അക്കാരണത്താലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും പറയപ്പെടുന്നു. വല്ലാഹു ആലം, അള്ളാഹുവിനാണ് സത്യാവസ്ഥ അറിയുക. ഹസ്രത്ത് അബൂബക്കറിൻ്റെ മക്കളിൽ 4-ാമത്തേത് ഹസ്രത്ത് അസ്മാ ബിൻത് അബൂബക്കർ ആണ്. ഇവർ
സാത്തു നിതാഖൈൻ എന്ന പേരിൽ പ്രസിദ്ധയാണ്. ഇവർ പ്രായത്തിൽ ഹദരത്ത് ആയിഷയേക്കാൾ മുതിർന്ന സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ് അവർക്ക് സാത്തുൻ നിതാഖൈൻ എന്ന പേരിൽ നൽകിയത്. കാരണം ഹിജ്റ വേളയിൽ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും തൻ്റെ പിതാവിനും വേണ്ടി പാഥേയം യാത്രയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയും അത് മൂടിക്കെട്ടുന്നതിന് ഒന്നും കിട്ടാതായപ്പോൾ തൻ്റെ അരപ്പട്ടയിൽ നിന്നും നാടയിൽ നിന്നും മുറിച്ച് ഭക്ഷണ സാധനങ്ങൾ കെട്ടുകയുണ്ടായി. ഹദ്രത്ത് സുബൈർ ബിൻ അവാം അവരെ വിവാഹം കഴിച്ചു. ഗർഭിണിയായ സമയത്താണ് അവർ മദീനയിലേക്ക് ഹിജ്റ ചെയ്തത്. ഹിജ്റത്തിന് ശേഷം അവർക്ക് ഹദ്രത്ത് അബ്ദുള്ള ബിൻ സുബൈർ ജനിച്ചു. അദ്ദേഹം ഹിജ്റത്തിന് ശേഷം ജനിച്ച ആദ്യ കുട്ടിയായിരുന്നു അദ്ദേഹം. ഹദ്രത്ത് അസ്മ 100 വയസ്സ് വരെ ജീവിച്ചു. അവർ ഹിജ്റ വർഷം 73 മക്കയിൽ വെച്ചാണ് വഫാത്തായത്. 5ാമത്തെ കുട്ടി ഉമ്മുൽ മൊമിനീൻ ഹദ്രത്ത് ആയിഷ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സഹധർമ്മിണിയായിരുന്നു. അവർ സ്ത്രീകളിൽ ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉമ്മ അബ്ദുള്ള എന്ന വിളിപ്പേര് നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവരുമായിട്ടുണ്ടായിരുന്ന സ്നേഹം വളരെ മാതൃകാപരമായിരുന്നു. ഇമാം ഷാബി പറയുന്നു, മസ്ഹൂഖ് ഹസ്രത്ത് ആയിഷയിൽ നിന്നും എന്തെങ്കിലും നിവേദനം ചെയ്യുമ്പോഴൊക്കെ പറയുമായിരുന്നു, ഞാൻ സിദ്ദീഖ ബിൻത്ത് സിദ്ദീഖിൽ നിന്നും നിവേദനം ചെയ്യുന്നു, അവർ അള്ളാഹുവിൻ്റെ പ്രിയൻ്റെ പ്രിയതമയാകുന്നു. അവരുടെ നിരപരാധിത്വം അള്ളാഹു വെളിപാടായി ഇറക്കിയതാണ്. അവർ ഹിജ്റ വർഷം 57 63ാമത്തെ വയസ്സിൽ വഫാത്തായി. മറ്റൊരു നിവേദന പ്രകാരം ഹിജ്റ 58 അവർ വഫാത്തായത് എന്നും വന്നിട്ടുണ്ട്. 6ാമത്തെ കുട്ടി ഉമ്മു കുൽസും ബിൻത്ത് അബൂബക്കർ ആയിരുന്നു. അവർ ഹബീബ ബിൻത്ത് ഖാരിജ അൻസാരിയയുടെ മകളായാണ് ജനിച്ചത്. വഫാത്ത് വേളയിൽ ഹദരത്ത് അബൂബക്കർ ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇത് നിന്റെ 2 സഹോദരന്മാരുമാണ്. ഹദരത്ത് ആയിഷ അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു സഹോദരി അസ്മയെ എനിക്കറിയാം, 2ാമത്തെ സഹോദരിയെ കുറിച്ച് എനിക്കറിയില്ല, അത് എവിടെയാണുള്ളത്. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, ഖാരിജയുടെ മകളുടെ വയറ്റിലുള്ള കുട്ടി, അതായത് ഇപ്പോൾ ജനിച്ചിട്ടില്ല, ജനിക്കാനുള്ളത് അത് പെൺകുട്ടിയായിരിക്കും, അതാണ് 2ാമത്തെ സഹോദരി. അപ്പോൾ ഹദരത്ത് ആയിഷ പറഞ്ഞു, ആ വീട്ടിൽ പെൺകുട്ടി തന്നെ ജനിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഹദരത്ത് അബൂബക്കറിൻ്റെ വഫാത്തിന് ശേഷം അങ്ങനെ തന്നെ പെൺകുട്ടി ജനിച്ചു. ഉമ്മു കുൽസും ജനിച്ചു. ഉമ്മു കുൽസുമിൻ്റെ വിവാഹം ഹദരത്ത് തൽഹ ബിൻത്ത് ഉബൈദുല്ലാഹുമായി നടന്നു. അദ്ദേഹം ജമൽ യുദ്ധത്തിൽ ഷഹീദായി. ചില നിവേദനങ്ങൾ പ്രകാരം ഹദരത്ത് അബൂബക്കറിൻ്റെ ഒരു മകളുടെ വിവാഹം ഹദരത്ത് ബിലാലുമായും വിവാഹം നടന്നു. ചില നിവേദനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ മകൾ അദ്ദേഹത്തിൻ്റെ 4 ഭാര്യമാരിൽ ഒരു ഭാര്യയുടെ ആദ്യ ഭർത്താവിൽ നിന്നുള്ളതാണ് എന്നാണ്. ഭരണനിർവഹണത്തെക്കുറിച്ച് വന്നിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം മുന്നിൽ വന്നാൽ അദ്ദേഹം എങ്ങനെയാണ് ഭരണനിർവഹണം നടത്തിയിരുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നു. കൂടിയാലോചന അനിവാര്യമായ സന്ദർഭത്തിലൊക്കെ തന്നെ, അതുപോലെ തന്നെ പക്വമതികളായ ആളുകളുടെ അഭിപ്രായം ആവശ്യമുള്ള നേരത്തൊക്കെ തന്നെ, അതുപോലെ തന്നെ ഫിഖ് കർമ്മശാസ്ത്ര വിശാരദന്മാരുടെ അഭിപ്രായം ആവശ്യമുള്ള നേരത്തൊക്കെ തന്നെ അദ്ദേഹം ആദ്യം മുഹാജിരിങ്ങളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി, ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹസ്രത്ത് മുആദ് ബിൻ ജബൽ, ഹസ്രത്ത് ഉബൈ ബിൻ കാബ്, ഹസ്രത്ത് സൈദ് ബിൻ സാബിദ് എന്നിവരെയാണ് വിളിച്ചിരുന്നത്. ചില സമയങ്ങളിൽ ഒരുപാട് മുഹാജിരിങ്ങളെയും അൻസാർ സഹാബാക്കളെയും വിളിച്ചു കൂടിയിരുന്നു. ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു ഷാവിറുഹും എന്നതിൻ്റെ വിശദീകരണത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ പദത്തിൽ കൂടുതൽ ചിന്തിക്കുക. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കൂടിയാലോചനക്ക് മുൻകൈ എടുക്കുന്നത് ഒരാളാണ്, 2 പേര് പോലുമല്ല. കൂടിയാലോചന ചോദിക്കേണ്ടത് 3-3 കൂടുതലോ പേരിൽ നിന്നുമാണ്. പിന്നെ ഈ കൂടിയാലോചനയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തുറന്നു പറയുന്നു, ഫൈസ അസംത ഫതവക്കൽ അലല്ലാ എന്നാണ്. ഒരു കാര്യം തീരുമാനിച്ചുറച്ചാൽ പിന്നെ അത് നടപ്പിൽ വരുത്തുക, പിന്നെ അതേക്കുറിച്ച് മറ്റാരെയും ഗൗനിക്കേണ്ടതില്ല. അതായത് കൂടിയാലോചന നടത്തുന്നയാൾ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും വിലയിരുത്തി അത് പ്രാവർത്തികമാക്കുക.
അതിനുശേഷം ആരെയും ഗൗനിക്കേണ്ട കാര്യമില്ല, ആരെന്തു പറയുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എഴുതുന്നു, ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ അസ്മ്, ദൃഢനിശ്ചയത്തിൻ്റെ ഉദാഹരണങ്ങൾ യഥേഷ്ടം കാണുന്നുണ്ട്. ജനങ്ങൾ മുർത്തദാകാൻ തുടങ്ങിയപ്പോൾ, മതപരിത്യാഗം തുടങ്ങിയപ്പോൾ ഉസാമയുടെ നേതൃത്വത്തിൽ പോകേണ്ടിയിരുന്ന സൈന്യത്തെ അയക്കാതിരിക്കാൻ പലരും അഭിപ്രായം നൽകി. എന്നാൽ അദ്ദേഹം മറുപടിയായി പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സൈന്യത്തെ തിരിച്ചുവിടാൻ എനിക്ക് സാധ്യമല്ല. അബൂ ഖുഹാഫയുടെ മകൻ, അതായത് തനിക്ക് അതിനുള്ള ശക്തിയില്ല. പക്ഷെ പലരും അവിടെ തന്നെ നിർത്തുകയും ചെയ്തു. ഹസ്രത്ത് ഉമറും ആ സൈന്യത്തിൽ പോകുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെയും തടയുകയുണ്ടായി. സക്കാത്ത് സംവിധാനത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: ജനങ്ങൾ മതപരിത്യാഗികളാകുന്നതിൽ നിന്നും തടയാൻ വേണ്ടി സക്കാത്ത് മാപ്പാക്കാൻ അഭിപ്രായം ഉരുത്തിരിക്കുകയുണ്ടായി. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി, ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടകത്തിനെ കെട്ടുന്ന കയർ സക്കാത്തായി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും അവരിൽ നിന്നും വാങ്ങുന്നതിൽ നിന്നും മാറി നിൽക്കുന്നതല്ല. ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകുകയും അതുപോലെ മതപരിത്യാഗികളോടൊപ്പം കാട്ടിലെ വന്യജീവികളും കൂടി ചേരുകയാണെങ്കിൽ പോലും ഞാൻ ഒറ്റക്ക് അവരുമായി പൊരുതി നിൽക്കുന്നതാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് ഹദ്റത്ത് അബൂബക്കറിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ മാതൃക. ജനങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആത്യന്തികമായി അദ്ദേഹം കാണിച്ച ദൃഢനിശ്ചയത്തിൻ്റെ ഫലമായി അള്ളാഹു വിജയത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കുകയുണ്ടായി. ഓർക്കുക, മനുഷ്യൻ അള്ളാഹുവിനെ ഭയന്നു തുടങ്ങിയാൽ പിന്നെ സൃഷ്ടികളുടെ മേൽക്കോയ്മ അവരെ സ്വാധീനിക്കുന്നതല്ല. ഇതാണ് ഖിലാഫത്തിൻ്റെ സ്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യവും. ബൈത്തുൽ മാലിൻ്റെ സംവിധാനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ കാലഘട്ടത്തിൽ ഗനീമത്ത് മുതൽ സക്കാത്ത്, അതുപോലെ ഖുംസ് 1/5 വിഹിതം എന്നിവയൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുമ്പോൾ അപ്പോൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് അത് മുഴുവൻ വിതരണം ചെയ്യുമായിരുന്നു. അതായത് ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇത്തരത്തിൽ ബൈത്തുൽ മാൽ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മറ്റ് ഫണ്ടുകൾ കൂടാതെ സമരാർജിത സ്വത്തുക്കളും ജിസിയയും നല്ലപോലെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അതിൽ വർധനവുണ്ടായി. ഹസ്രത്ത് അബൂബക്കറിന് ഒരു ബൈത്തുൽ മാൽ സംവിധാനം തുടങ്ങേണ്ടത് അനിവാര്യമാണെന്ന് തുടങ്ങി. അങ്ങനെ വിതരണവും അതുപോലെ ചെലവും ആകുന്നത് വരെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത്. തുടർന്ന് അദ്ദേഹം മുതിർന്ന സഹാബാക്കളുമായി ആലോചിച്ച ശേഷം ഒരു കെട്ടിടം ഇതിനു വേണ്ടി നിജപ്പെടുത്തി. എന്നാൽ ഈ ബൈത്തുൽ മാൽ പേരിന് മാത്രമായി നിലകൊണ്ടു. കാരണം റൊക്കം തുകയും സാധനങ്ങളും വന്നത് മുഴുവനും കിട്ടുമ്പോൾ തന്നെ വിതരണം ചെയ്യുന്ന രീതിയായിരുന്നു ഹദ്റത്ത് അബൂബക്കറിൻ്റെത്. ചില നിവേദനങ്ങളിൽ പറയുന്നു, ധനകാര്യ വകുപ്പ് ഹദ്റത്ത് അബൂ ഉബൈദയുടെ ചുമതലയിലായിരുന്നു. ആരംഭത്തിൽ ഹദ്റത്ത് അബൂബക്കർ സുൻആ താഴ്വരയിൽ ബൈത്തുൽ മാൽ സ്ഥാപിച്ചിരുന്നു. അതിന് ഒരു പാറാവും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. സുൻആ മദീനയുടെ പ്രാന്തപ്രദേശത്ത് മസ്ജിദ് നബവിയിൽ നിന്നും ഏകദേശം 2 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ഒരിക്കൽ ആരോ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, എന്തുകൊണ്ടാണ് ബൈത്തുൽ മാലിൻ്റെ സംരക്ഷണത്തിനായി ഒരു പാറവുകാരനെ, ഒരു കാവൽക്കാരനെ നിശ്ചയിക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ സംരക്ഷണത്തിന് ഒരു പൂട്ട് തന്നെ മതിയാകുന്നതാണ്. ഒരു പൂട്ടിട്ടാൽ മാത്രം മതി, താളിട്ടാൽ മാത്രം മതി. കാരണം ബൈത്തുൽ മാലിൽ സ്വരുക്കൂടുന്നതെല്ലാം അദ്ദേഹം അപ്പോൾ തന്നെ വിതരണം ചെയ്തിരുന്നു. അതുകൊണ്ട് അധിക സമയം അത് കാലിയായിരുന്നു. ചിലപ്പോൾ അത് പൂർണ്ണമായും കാലിയായി നിലകൊണ്ടിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് താമസം മാറ്റിയപ്പോൾ ബൈത്തുൽ മാൽ തൻ്റെ വീട്ടിലേക്ക് മാറ്റുകയുണ്ടായി. ബൈത്തുൽ മാലിൻ്റെ സമ്പത്ത് മുഴുവൻ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത് തീർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അങ്ങനെ അത് കാലിയാക്കുമായിരുന്നു. വിതരണം ചെയ്യുമ്പോൾ എല്ലാവർക്കും തുല്യമായി നൽകിയിരുന്നു. ഇതേ സമ്പത്തിൽ നിന്ന് തന്നെ ഒട്ടകങ്ങളും കുതിരകളും ആയുധങ്ങളും വാങ്ങി ദൈവമാർഗത്തിൽ വിതരണം ചെയ്തിരുന്നു. ഒരിക്കൽ അദ്ദേഹം ബന്ധുക്കളിൽ നിന്നും ഗ്രാമീണ അറബികളിൽ നിന്നും പുതപ്പുകൾ വാങ്ങി മദീനയിലെ വിധവകൾക്ക് വിതരണം ചെയ്യുകയുണ്ടായി. ഇക്കാര്യം പലതവണ നടന്നിട്ടുണ്ടാകാം. എന്തായാലും നിവേദനത്തിൽ ഒരിക്കൽ ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹദ്റത്ത് അബൂബക്കറിന് വേണ്ടി പൊതു ഖജനാവിൽ നിന്നും ജീവിത ചെലവ് നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ച് പ്രകാരം വന്നിരിക്കുന്നു. ഹദ്റത്ത് അബൂബക്കർ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പൊതു ഖജനാവിൽ നിന്നും ബൈത്തുൽ മാലിൽ നിന്നും തന്നെയാണ് ജീവിത ചെലവ് നിശ്ചയിക്കപ്പെട്ടത്. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി,
എൻ്റെ കുടുംബത്തെ പുലർത്താൻ കഴിയാത്ത തരത്തിലുള്ള ജോലി ആയിരുന്നില്ല ഞാൻ ചെയ്തിരുന്നത് എന്ന് എൻ്റെ സമുദായത്തിന് നന്നായി അറിയാം. കുടുംബത്തിന് സുഖമായി കഴിയാനുള്ള വരുമാനം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ സേവനത്തിൽ ഞാൻ വ്യാപൃതനായിരിക്കുകയാണ്. ആകയാൽ അബൂബക്കറിൻ്റെ കുടുംബാംഗങ്ങൾ ഇനി ബൈത്തുൽ മാലിൽ നിന്നായിരിക്കും ചെലവ് പറ്റുക. അതിനുശേഷം അബൂബക്കർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആ സമ്പത്ത് കൊണ്ട് വ്യാപാരം നടത്തുകയും കച്ചവടത്തിലൂടെ ആ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിനായി വർഷം 6000 ദർഹം വേതനമായി നിശ്ചയിച്ചു. തനിക്ക് ആവശ്യമായത് മാത്രമേ അദ്ദേഹം സ്വീകരിച്ചുള്ളൂ എന്നും ചിലർ പറയുന്നുണ്ട്. പ്രജകൾ അലവൻസ് നിശ്ചയിച്ച പ്രഥമ ഭരണത്തലവനായിരുന്നു അദ്ദേഹം എന്ന് പറയാം. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഹജരത്ത് അബൂബക്കർ ഖലീഫയായപ്പോൾ ഒരിക്കൽ അദ്ദേഹം ചന്തയിലേക്ക് പോകുകയായിരുന്നു. കച്ചവടം ചെയ്തു പോന്നിരുന്ന വസ്ത്രങ്ങൾ ചുമലേറ്റിക്കൊണ്ടായിരുന്നു അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. ഹജരത്ത് ഉമർ ബിൻ ഖത്താബ്, ഹജരത്ത് ഉബൈദ ബിൻ ജറാഹും അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടേക്കാണ് അല്ലയോ ഖലീഫത്തു റസൂൽ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചന്തയിലേക്കാണ് പോകുന്നത്. അവർ ചോദിച്ചു, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ട അങ്ങ് ഇതെന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തിൻ്റെ ചെലവുകൾ നടത്തും? തങ്ങൾ അദ്ദേഹത്തിന് ഒരു വിഹിതം നിശ്ചയിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന് വർഷം 3000 ദിർഹം വേതനം നിശ്ചയിക്കുകയും ചെയ്തു. ചില നിവേദനങ്ങളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 6000 ദിർഹം നിശ്ചയിച്ചു വർഷത്തിൽ എന്നും വന്നിരിക്കുന്നു. എന്നാൽ ചില നിവേദനങ്ങൾ അനുസരിച്ച് ആകെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 6000 ദിർഹമാണ് നൽകിയത്. അങ്ങനെ ഹദരത്ത് അബൂബക്കർ കുടുംബ ചെലവിനായി പൊതു ഖജനാവിൽ നിന്നും വേതനം അലവൻസ് കൈപ്പറ്റിയിരുന്നെങ്കിലും മരണസമയത്ത് ആ തുകയെല്ലാം തിരിച്ചു നൽകി എന്നുള്ളതിൽ ജീവചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം ഏകകണ്ഠേന അംഗീകരിച്ചതായി കാണാം. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, മരണസമയം അടുത്തപ്പോൾ തൻ്റെ സ്ഥലം വിറ്റ് ആ തുകയിൽ നിന്ന് പൊതു ഖജനാവിൽ നിന്ന് ചെലവിനായി എടുത്ത തുക കൊടുത്ത് വീട്ടണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്യുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം കാണുന്നു: ഹസ്രത്ത് അബൂബക്കറിൻ്റെ മരണസമയം അടുത്തപ്പോൾ അദ്ദേഹം ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നാം ഖലീഫ ആയത് തൊട്ട് സമൂഹത്തിൻ്റെ ഒരു ധനവും ദീനാറും ദിർഹവും ഞാൻ തിന്നിട്ടില്ല. അല്പം മാത്രം ഭക്ഷണം കഴിക്കുകയും പരുക്കൻ വസ്ത്രം അണിയുകയുമാണ് ചെയ്തത്. മാത്രമല്ല അടിമകൾ, ഒട്ടകങ്ങൾ, പുതപ്പുകൾ ഇവയാണ് മുസ്ലിങ്ങളുടെ ഗനീമത്ത് മുതലുകളായുള്ളത്. ആകയാൽ എൻ്റെ മരണശേഷം അവയെല്ലാം ഹജരത്ത് ഉമറിന് തിരിച്ചേൽപ്പിക്കുക. ഹജരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അദ്ദേഹം വഫാത്തായപ്പോൾ ആ വസ്തുക്കളെല്ലാം ഹജരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഞാൻ അയച്ചു കൊടുത്തു. അത് കണ്ട് അദ്ദേഹം വളരെയധികം കരയാൻ തുടങ്ങി. ഹജരത്ത് ഉമർ ആ സാധനങ്ങളെല്ലാം കണ്ട് കരഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ അശ്രുകണങ്ങൾ പൊടിഞ്ഞു നിലത്ത് വീണു. അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അല്ലാഹു അബൂബക്കറിൽ കരുണ ചൊരിയട്ടെ, അദ്ദേഹം തനിക്ക് ശേഷം വരുന്ന ആളുകളെ പ്രതിസന്ധിയിൽ തള്ളിവിട്ടിരിക്കുന്നു. ഹജരത്ത് അബൂബക്കർ വഫാത്തായപ്പോൾ ഹജരത്ത് ഉമർ ഏതാനും സഹാബാക്കളോടൊപ്പം ബൈത്തുൽ മാൽ പരിശോധിക്കുകയുണ്ടായി. ഹജരത്ത് ഉമർ അതിൽ ഒരു ദിർഹമോ ദീനാറോ ആയി ഒന്നും തന്നെ കാണുകയുണ്ടായില്ല. അതിലൊന്നും ഉണ്ടായിരുന്നില്ല, അത് മുഴുവൻ കാലിയായിരുന്നു. അതെല്ലാം വിതരണം ചെയ്ത് തീർത്തിരുന്നു. നീതിന്യായ വ്യവസ്ഥ ആരംഭിച്ചത് അദ്ദേഹമാണ്. ഹജരത്ത് അബൂബക്കറിൻ്റെ കാലഘട്ടത്തിൽ നീതിന്യായ വ്യവസ്ഥിതി വ്യവസ്ഥാപിതമായി നടന്നിരുന്നില്ലെങ്കിലും അദ്ദേഹം ആ വ്യവസ്ഥിതി ഹജരത്ത് ഉമറിനെ ഏൽപ്പിച്ചിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഖസാ നീതിന്യായ വ്യവസ്ഥിതി താൻ കൈകാര്യം ചെയ്യുമെന്ന് ഹജരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഹജരത്ത് ഉമർ ഒരു വർഷത്തോളം കാത്തിരുന്നു. എന്നാൽ ഒരു തർക്ക പ്രശ്നവുമായി ആരും അദ്ദേഹത്തിൻ്റെ പക്കൽ വന്നില്ല. ഏതെങ്കിലും കലഹമോ പ്രശ്നമോ ഒന്നും തന്നെ ഉടലെടുത്തിരുന്നില്ല. കേസുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. വല്ല കേസും വന്നാൽ തന്നെ ഹജരത്ത് അബൂബക്കർ അതിന് സ്വയം സമയം കണ്ടെത്തുകയും അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു. നീതിന്യായ വ്യവസ്ഥിതിയുടെ തലവൻ ഹജരത്ത് ഉമർ ആയിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാനായി താഴെ പറയുന്ന സഹാബാക്കളെ നിശ്ചയിച്ചിരുന്നു: ഹജരത്ത് അലി, ഹജരത്ത് മുആസ് ബിൻ ജബൽ, ഹജരത്ത് ഉബയ്യ് ബിൻ കഅബ്, ഹജരത്ത് സയ്യിദ് ബിൻ സാബിത്ത്, ഹജരത്ത് അബ്ദുല്ലാ ബിൻ മസ്ഊദ്. ഹജരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അക്കാലത്ത് എത്രമാത്രം ശാന്തിയും സമാധാനവും വിശ്വസ്തതയും ഉണ്ടായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞാലും ഒരു തർക്കമോ പ്രശ്നമോ എൻ്റെ അടുത്ത് വരുമായിരുന്നില്ല. ദാറുൽ ഇഫ്താ മതവിധി ഗവേഷണ വകുപ്പിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: പുതിയ പുതിയ ഗോത്രങ്ങളും ജനസമൂഹങ്ങളും ഇസ്ലാമിൽ പ്രവേശിച്ചതോടെ സാഹചര്യം അനുസരിച്ച് കർമ്മശാസ്ത്ര സംബന്ധമായ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് പൊതു മുസ്ലിങ്ങളുടെ സൗകര്യത്തിനും സന്മാർഗത്തിനും വേണ്ടി
ഇഫ്ത വകുപ്പ്, മതവിധി ഗവേഷണ വകുപ്പ് സ്ഥാപിക്കുകയുണ്ടായി. ഹജരത്ത് ഉമർ, ഹജരത്ത് ഉസ്മാൻ, ഹജരത്ത് അലി, ഹജരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹജരത്ത് ഉബയ്യ് ബിൻ കാബ്, ഹജരത്ത് മുആദ് ബിൻ ജബൽ, ഹജരത്ത് സെയ്ദ് ബിൻ സാബിത്ത് എന്നിവരെ ഫത്വ നൽകാൻ നിയോഗിക്കുകയും ചെയ്യുകയുണ്ടായി. എന്തെന്നാൽ ഈ മഹാത്മാക്കൾ മതകാര്യങ്ങളിൽ അഗാധജ്ഞരും മതാഭിപ്രായം വച്ചു പുലർത്താൻ അഗ്രഗണ്യരുമായിരുന്നു. ഒരു നിവേദനമനുസരിച്ച് ഹജരത്ത് അബ്ദുള്ള ബിൻ മസൂദും ഇത്തരത്തിൽ ഫത്വ നൽകാൻ നിയോഗിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇവരെ കൂടാതെ മറ്റാർക്കും ഫത്വ നൽകാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഗുമസ്ത പണി അഥവാ എഴുത്തു ജോലി വകുപ്പിനെ പറ്റി ഒരു ചരിത്രകാരൻ എഴുതുന്നു. പുതിയ നിയമത്തിലെ സാങ്കേതിക പ്രയോഗമനുസരിച്ച് പകർത്തി എഴുതുന്നവനെ ഭരണകാര്യ സെക്രട്ടറി എന്നാണ് വിളിക്കേണ്ടത്. ഹജരത്ത് അബൂബക്കർ സെക്രട്ടറി എഴുതി എടുക്കുന്നതെല്ലാം എല്ലാ മീറ്റിങ്ങുകളിലും കേൾപ്പിക്കുമായിരുന്നു. ഹജരത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ദീവാൻ വ്യവസ്ഥിതി, സിവിൽ സംവിധാനം സ്ഥാപിതമായിരുന്നില്ല. എങ്കിലും സർവ്വവിധ വിധികളും അതുപോലെ കരാറുകളും മറ്റും എഴുതാനും ചിലരെ പ്രത്യേകമായി നിയമിച്ചിരുന്നു. എഴുത്ത് സേവനങ്ങൾക്കായി ഹജരത്ത് അബ്ദുള്ള ബിൻ അർക്കം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടേ നിയമിതനായിരുന്നു. ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും ആ സേവനം അദ്ദേഹം തുടരുകയുണ്ടായി. ഒരു നിവേദനം അനുസരിച്ച് ഹജരത്ത് സെയ്ദ് ബിൻ സാബിത്താണ് ഹജരത്ത് അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ എഴുത്തു ജോലി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ഹജരത്ത് അബൂബക്കറിന്റെ അടുത്ത് ചിലപ്പോൾ ഹജരത്ത് അലിയോ ഹജരത്ത് ഉസ്മാനോ അതുപോലെ മറ്റ് സഹാബികൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരായിരിക്കും ആ ചുമതല കൈകാര്യം ചെയ്തിരുന്നത്. സൈനിക വിഭാഗം ഇത് സംബന്ധമായി എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് വ്യവസ്ഥാപിതമായ ഒരു പട്ടാള സംവിധാനം ഉണ്ടായിരുന്നില്ല. യുദ്ധസമയത്ത് എല്ലാ മുസ്ലിങ്ങളും യോദ്ധാക്കളായിരുന്നു. സൈന്യത്തെ ഗോത്രങ്ങൾക്കനുസൃതമായി വിഭജിച്ചിരുന്നു. ഓരോ ഗോത്രത്തിനും ഓരോ തലവനുണ്ടായിരുന്നു. ആ നേതാക്കൾക്കെല്ലാം നേതാവായി ഒരു പദവി ഉണ്ടായിരുന്നു. അത് ഹജരത്ത് അബൂബക്കർ ആണ് നിശ്ചയിച്ചത്. സർവ്വസൈന്യാധിപൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഹജരത്ത് അബൂബക്കർ ആണ് അത് നിശ്ചയിച്ചത്. യുദ്ധസന്നാഹങ്ങൾക്കായുള്ള സംവിധാനം ഹജരത്ത് അബൂബക്കർ ഒരുക്കിയിരുന്നു. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ലഭ്യമാകുന്ന വരുമാനങ്ങളിൽ നിന്നും ഒരു നിശ്ചിത ഭാഗം സൈനിക ചെലവിലേക്ക് മാറ്റിവെച്ചിരുന്നു. അതിൽ നിന്നും ആയുധങ്ങളും അതുപോലെ ഭാരം വഹിക്കുന്ന മൃഗങ്ങളെയും വാങ്ങിയിരുന്നു. കൂടാതെ യുദ്ധക്കുതിരകളെയും ഒട്ടകങ്ങളെയും വളർത്തുന്നതിന് ചില മേച്ചിൽപ്പുറങ്ങൾ പ്രത്യേകമായി സംവിധാനിച്ചിരുന്നു. ഒരു ചരിത്രകാരൻ ഇപ്രകാരം എഴുതുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പ് അറേബ്യൻ ഗോത്രങ്ങളിൽ നിലനിന്നിരുന്ന ഗ്രാമീണ രീതിയിലാണ് ഹജരത്ത് അബൂബക്കർ തൻ്റെ സൈന്യത്തെ ചിട്ടപ്പെടുത്തിയത്. അക്കാലത്ത് ഭരണകൂടത്തിന് വ്യവസ്ഥാപിതമായ പട്ടാളം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ വ്യക്തിയും തൻ്റെതായ നിലയിൽ സൈനിക സേവനത്തിന് സ്വയം അർപ്പിച്ച് മുന്നോട്ട് വരികയായിരുന്നു ചെയ്തിരുന്നത്. യുദ്ധത്തിനുള്ള വിളംബരം ചെയ്യുന്നതോടെ ഗോത്രങ്ങൾ ആയുധവും ഏന്തി ശത്രുവിൻ്റെ നേർക്ക് നീങ്ങുമായിരുന്നു. പട്ടാളക്കാർക്കുള്ള ഭക്ഷണത്തിനും ആയുധത്തിനും വേണ്ടി ഗോത്രങ്ങൾ ഭരണകൂടത്തെ ആശ്രയിക്കാതെ സ്വയം ഏർപ്പാട് ചെയ്യുകയായിരുന്നു പതിവ്. ഭരണകൂടം അവർക്ക് ശമ്പളം പോലും നൽകിയിരുന്നില്ല. യുദ്ധാനന്തര മുതലുകളിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ഗോത്രങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. യുദ്ധവേളയിൽ കൈവരുന്ന മുതലുകളിൽ 4 ഭാഗം യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് വീതിച്ച് നൽകിയിരുന്നു. 5-ാമത്തെ ഭാഗം 1/5 ഖലീഫയ്ക്ക് സമക്ഷം ഭരണസിരാ കേന്ദ്രത്തിലേക്ക് അയക്കുമായിരുന്നു. അത് പൊതു ഖജനാവിലാണ് ശേഖരിച്ചിരുന്നത്. അങ്ങനെ 1/5 ഭാഗത്തിൽ നിന്നും ഹജരത്ത് അബൂബക്കറിന്റെ നിർദ്ദേശപ്രകാരം ഭരണകൂടത്തിന്റെ സാധാരണ ചെലവുകൾ നിവർത്തിച്ചു പോന്നിരുന്നു. യുദ്ധത്തിലെ സൈന്യാധിപന്റെ ചെലവും മറ്റും അതിൽപ്പെടുന്നു. ഹജരത്ത് അബൂബക്കറിന്റെ യുദ്ധത്തെ സംബന്ധിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. യുദ്ധത്തിനായി പോകുന്ന സേനാധിപതികൾക്കും കമാൻഡർമാർക്കും ഹജരത്ത് അബൂബക്കർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഹജരത്ത് ഉസാമയുടെ സൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹജരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ നിങ്ങളെ 10 കാര്യങ്ങളെ തൊട്ട് ഉപദേശിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ വഞ്ചന കാണിക്കരുത്. യുദ്ധാനന്തര മുതലുകൾ മോഷ്ടിക്കരുത്. നിങ്ങൾ വാഗ്ദാനം ലംഘിക്കരുത്. അതുപോലെ തന്നെ മൃതദേഹം വികൃതമാക്കരുത്. കുട്ടികളെയും വയോധികരെയും വനിതകളെയും വധിക്കരുത്. ഈന്തപ്പനകൾ വെട്ടി നശിപ്പിക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യരുത്. കായ്കനികൾ ഉള്ള മരങ്ങളെ വെട്ടിമാറ്റരുത്. ഭക്ഷണത്തിനല്ലാതെ ആടുമാടുകളെയോ ഒട്ടകങ്ങളെയോ അറുക്കരുത്. ആവശ്യമെങ്കിൽ മാത്രം ഭക്ഷണത്തിന് വേണ്ടി മാത്രം അറുക്കുക, അല്ലെങ്കിൽ അറുക്കാതിരിക്കുക. അതുപോലെ തന്നെ ചർച്ചുകളിൽ സേവനങ്ങൾക്കായി സ്വയം സമർപ്പിച്ചവരുടെ മുമ്പിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിരിക്കും. അവരെ അവരുടെ പാടിന് വിടുക. അവരോടൊന്നും പറയരുത്. അവർ സന്യാസി ജീവിതം വരിച്ചവരാണ്. നിങ്ങൾ
ചില ആളുകളുടെ അടുത്തെത്തുമ്പോൾ അവർ വിവിധ പാത്രങ്ങളിൽ വിവിധ ഭക്ഷണ തളികകൾ നിങ്ങൾക്ക് മുമ്പാകെ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ ആ ആഹാര സാധനങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കഴിക്കുക. തങ്ങളുടെ ശിരസിൻ്റെ മധ്യയിൽ നിന്നും തലമുടി വടിച്ചു കളയുകയും 4 ഭാഗത്തും തുണി ചുറ്റിയതുപോലെ മുറി കെട്ടി വെച്ചതുപോലെ മുടി വയ്ക്കുകയും ചെയ്തവരെ കണ്ടാൽ അവരോട് വാളുകൊണ്ട് പൊരുതുക. കാരണം ഇവർ മുസ്ലിങ്ങൾക്കെതിരെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയും യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അംഗപ്പുറപ്പാട് നടത്തുക. അള്ളാഹു നിങ്ങളെ എല്ലാവിധ മുറിവുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്ലേഗിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഹസ്രത്ത് യസീദ് ബിൻ അബി സുഫിയാനെ സിറിയയിലേക്ക് യുദ്ധത്തിനായി അയച്ചപ്പോൾ മുൻ ഖുതുബകളിലും ഞാൻ ഇതിനെക്കുറിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ചില സുപ്രധാന കാര്യങ്ങൾ ചുരുങ്ങിയ നിലയിൽ ഇവിടെ ആവർത്തിക്കുകയാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതും എല്ലാവരും ഓർമ്മിക്കേണ്ടതും ഭാരവാഹികൾ പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതുമായ കാര്യമാണിത്. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, നിന്നെ പരീക്ഷിക്കാനും നീ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാനും വേണ്ടിയാണ് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ശിക്ഷണം നൽകുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഗവർണറായി നിശ്ചയിക്കുന്നത്. നീ സ്വന്തം കടമകൾ ഭംഗിയായി നിർവഹിക്കുന്ന പക്ഷം നിന്നെ വീണ്ടും ഈ സേവനത്തിനായി നിശ്ചയിക്കുന്നതും നിനക്ക് വീണ്ടും സ്ഥാനക്കയറ്റം നൽകുന്നതുമാണ്. ഇനി നീ കൃത്യവിലോപം കാണിക്കുകയാണെങ്കിൽ നിന്നെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതായിരിക്കും. അള്ളാഹുവിനോട് സൂക്ഷ്മത പുലർത്തുന്നത് അനിവാര്യമാക്കി തീർക്കുക. നിന്റെ ബാഹ്യത്തെ പോലെ തന്നെ നിന്റെ ആന്തരവും ഭാഗവും അവൻ കാണുന്നുണ്ട്. ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവൻ അവനോട് സൗഹൃദത്തിൽ അതിൻ്റെ കടമ നല്ല വണ്ണം നിർവഹിക്കുന്നവനാണ്. ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥൻ സ്വന്തം കർമ്മങ്ങളിലൂടെ ഏറ്റവും അധികം അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവനാണ്. പറയുകയുണ്ടായി, അജ്ഞാനപരമായ മുൻവിധികളിൽ നിന്നും വിട്ടുനിൽക്കുക. അള്ളാഹുവിന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഒട്ടും ഇഷ്ടമല്ല. വീണ്ടും പറയുകയുണ്ടായി, നീ സ്വന്തം സൈന്യത്തോട് നല്ല രീതിയിൽ പെരുമാറുക, അവരോട് നന്മയോടെ വർത്തിക്കുക, അവരെ ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ നിലയിൽ ഉപദേശിക്കുക. എന്തെന്നാൽ അധിക സംഭാഷണം പല കാര്യങ്ങളും മറപ്പിക്കുന്നതാണ്. നീ സ്വന്തം ആത്മാവിനെ ശരിയാക്കി വെക്കുക, ജനങ്ങൾ നിനക്കായി സ്വയം ശരിയായിക്കൊള്ളും. നേതാവ് ലീഡർ സ്വയം ശരിയായാൽ, അതുപോലെ ഭാരവാഹികൾ തങ്ങളുടെ അവസ്ഥ സ്വയം ശരിയാക്കി വെച്ചാൽ ജനങ്ങൾ സ്വയമേവ ശരിയായിത്തീരും. വലിയ പ്രയാസം നേരിടേണ്ടി വരില്ല. നമസ്കാരങ്ങൾ കൃത്യസമയത്ത് റുക്കുവും സുജൂദും പൂർത്തിയാക്കിക്കൊണ്ട് നിർവഹിക്കുക. നമസ്കാരം അനുഷ്ഠിക്കുക വളരെ അനിവാര്യമാണ്. വീണ്ടും പറഞ്ഞു, ശത്രുപക്ഷത്തു നിന്നുള്ള ദൂതൻ നിങ്ങളുടെ അടുത്ത് വന്നാൽ അയാളെ ആദരിക്കുക. വളരെ അല്പം നേരം മാത്രം അയാളെ കൂടെ നിർത്തുക. നിങ്ങളോടൊപ്പം അധിക നേരം താമസിപ്പിക്കരുത്. നിങ്ങളുടെ സൈനിക താവളങ്ങളിൽ നിന്നും ഉടനെ തിരിച്ചയക്കേണ്ടതാണ്. പട്ടാളത്തോടൊപ്പം അധിക നേരം അവനെ കഴിച്ചുകൂടാൻ അനുവദിക്കരുത്. പട്ടാളത്തെ സംബന്ധിച്ച് അയാൾ ചിലത് അറിയാനിടയാകും. നമ്മുടെ പ്രവർത്തനങ്ങൾ അയാളെ അറിയിക്കാൻ പാടില്ല. സംക്ഷിപ്തമായേ അവനോട് കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. പറഞ്ഞു, സ്വന്തം ആളുകളുമായി അയാളോട് സംസാരിക്കുന്നത് തടയുക. എല്ലാവരെയും ദൂതനെ കാണിച്ചു കൊടുക്കരുത്. പോകുന്നിടത്തെല്ലാം ആളുകളുമായി സമ്പർക്കം പുലർത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. അദ്ദേഹത്തിന് ആരെയാണോ കാണേണ്ടത്, സംസാരിക്കേണ്ടത്, അവരുമായി മാത്രം കൂടിക്കാഴ്ച നടത്തിപ്പിക്കുക. അയാൾ പൊതുജനങ്ങളിൽ ഇടിച്ചു കയറുന്ന നിലയുണ്ടാകരുത്. നിങ്ങൾ തന്നെ അയാളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് രഹസ്യങ്ങൾ വെളിപ്പെടുത്താത്ത വിധത്തിൽ സംസാരിക്കുക. അഭിപ്രായം ആരായുന്നതിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും അഭിപ്രായം ആരായുമ്പോൾ കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറയുക. എന്നാൽ ശരിയായ അഭിപ്രായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാം കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് വേണം അഭിപ്രായം അറിയാൻ. ആരിൽ നിന്നാണ് അഭിപ്രായം തേടുന്നത് അവരിൽ നിന്നും നിങ്ങളുടെ കാര്യങ്ങൾ മറച്ചു വെക്കരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾ കാരണം നിങ്ങൾക്ക് തന്നെ നഷ്ടം സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് രാപ്പകൽ ഭേദമന്യേ മറ്റുള്ള യുദ്ധകാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് വരാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് പറയുന്നു. ഭാരവാഹികൾക്കും നേതാക്കൾക്കും കമാൻഡർമാർക്കും ദിവസം മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച് പറഞ്ഞു. രാത്രി നേരങ്ങളിൽ നിങ്ങളുടെ കൂട്ടാളികളോട് സംസാരിക്കുക. വൈകുന്നേരം നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക. അവരിൽ നിന്നും ആളുകളെ കുറച്ച് തിരഞ്ഞെടുക്കുക. അവരുമായി സംസാരിക്കുന്നതോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. മിക്കപ്പോഴും സൈനിക താവളങ്ങളിൽ മിന്നൽ പരിശോധനകളും നടത്തേണ്ടതായി വരും. അങ്ങനെ ഒരു കണ്ണ് വെക്കേണ്ടതും അനിവാര്യമാണ്. തങ്ങൾ നിയമിതരായ സ്ഥലത്ത് നിന്നും സംരക്ഷണ ചുമതലയുള്ള സ്ഥലത്ത് നിന്നും മാറി അശ്രദ്ധ കാണിക്കുന്നവരെ നല്ല നിലയിൽ ശാസിക്കുക.
തുടർന്ന് പറഞ്ഞു, ശിക്ഷ നൽകുന്നതിൽ വളരെ തിടുക്കം കാണിക്കുകയോ തീർത്തും അലംഭാവം കാണിക്കുകയോ ചെയ്യരുത്. രണ്ടും ഒഴിച്ചു കൊടുത്തതാണ്. ശിക്ഷിക്കുന്നതിലും തീരുമാനം കൽപ്പിക്കുന്നതിലും ഒരിക്കലും ധൃതി കൂട്ടുകയോ ഒന്നും പറയാതെ അത് അവഗണിച്ച് മാറി നിൽക്കാനോ പാടില്ല. സ്വന്തം സൈന്യത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ പാടില്ല. അവരുടെ പിന്നാലെ ചാരന്മാരെ വിട്ട് അവരെ അവഹേളിക്കരുത്. സ്വന്തം ആളുകളെപ്പറ്റി സദാ ചുഴിഞ്ഞ് അന്വേഷിക്കുകയും ചാരവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യരുത്. എന്തെന്നാൽ അത് അവർക്ക് അപഹാസ്യപരമാണ്. അവരുടെ രഹസ്യങ്ങൾ ജനങ്ങളോട് വെളിപ്പെടുത്തരുത്. നിങ്ങൾ എന്തെങ്കിലും രഹസ്യം അവരെക്കുറിച്ച് അറിഞ്ഞ മറ്റുള്ളവരോട് അത് വെളിപ്പെടുത്തരുത്. ഒന്നിനും കൊള്ളാത്തവരോടൊപ്പം കൂടാതിരിക്കുക. സത്യസന്ധരും ആത്മാർത്ഥരുമായ ആളുകളോടൊപ്പം കഴിച്ചു കൂട്ടുക. അവരോട് സഹവാസം പുലർത്തുക. ഭീരുക്കളാകരുത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളും ഭീരുക്കളായി മാറും. യുദ്ധമുതലുകളുടെ കാര്യത്തിൽ വഞ്ചന കാണിക്കരുത്. അത് നിങ്ങളെ പരാശ്രയരാക്കുകയും നിങ്ങളുടെ വിജയത്തെയും സഹായത്തെയും നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വിവരിച്ചു. ചിലത് മുമ്പും സൂചിപ്പിച്ചതാണ്. ഞാൻ മുമ്പും പറഞ്ഞതാണ്. ആർമി ഓഫീസർമാരുടെ കാര്യം ഒഴിച്ച് പല കാര്യങ്ങളും മുമ്പും സൂചിപ്പിച്ചതാണ്. നമ്മുടെ ജമാഅത്ത് ഭാരവാഹികളും ഇതൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരും ഇക്കാര്യങ്ങൾ മുൻനിർത്തണം. അപ്പോഴേ അവരുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്തുണ്ടാകുകയുള്ളൂ, ഐശ്വര്യമുണ്ടാകുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഭാരവാഹികൾ ഓർത്തിരിക്കാനാണ് ഇവിടെ സംക്ഷിപ്തമായി വീണ്ടും വിവരിക്കുന്നത്. ഇസ്ലാമിക ഭരണം വ്യത്യസ്ത പ്രവിശ്യകളിലായി വിഭജിച്ചതിനെ കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. ഹദരത്ത് അബൂബക്കറിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ വിവിധ പ്രവിശ്യകളായി തരംതിരിച്ചിരുന്നു. അവിടങ്ങളിൽ അദ്ദേഹം അമീർമാരെയും ഗവർണർമാരെയും നിശ്ചയിച്ചിരുന്നു. മദീനയായിരുന്നു അവയുടെയൊക്കെ ദാറുൽ ഖിലാഫ, ഭരണസിര കേന്ദ്രം, ഖിലാഫത്ത് കേന്ദ്രം. അവിടെ ഹദരത്ത് അബൂബക്കർ ഖലീഫ പദം അലങ്കരിച്ചിരുന്നു. ഗവർണർമാരെ നിശ്ചയിച്ചിരിക്കുന്ന രീതിയെക്കുറിച്ച് പ്രകാരം വന്നിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് ആണ് ഏതെങ്കിലും ജനതയ്ക്ക് ഗവർണർ നിശ്ചയിക്കുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ സൽക്കർമ്മിയും സദ്വൃത്തനുമായ വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് തന്നെ ഗവർണറെ തിരഞ്ഞെടുക്കാൻ ഹദരത്ത് അബൂബക്കർ ശ്രദ്ധിച്ചിരുന്നു. തായിഫിലും മറ്റു ചില ഗോത്രങ്ങളിലും അവരിൽ നിന്ന് തന്നെയാണ് ഗവർണറെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം ആരെങ്കിലും ഗവർണർ പദത്തിൽ അവരോധിക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് അയാളുടെ ഗവർണറായി നിശ്ചയിച്ചുള്ള പ്രമാണപത്രം തയ്യാറാക്കി അയക്കുകയും മിക്കവാറും ആ പ്രദേശത്തേക്കുള്ള വഴിയൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകേണ്ടതാണെന്നും പറഞ്ഞു കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് അതുവരെ ഇസ്ലാമിന് ജയം ലഭിക്കാത്ത പ്രദേശങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ഖിലാഫത്തിൻ്റെ നിയന്ത്രണ പരിധിയിൽ വരാത്ത പ്രദേശങ്ങളിലേക്കാണ് നിയമനം നടത്തുകയാണെങ്കിൽ പ്രത്യേകമായി വഴി പറഞ്ഞു കൊടുക്കുമായിരുന്നു. സിറിയ, ഇറാഖ് വിജയങ്ങളെക്കുറിച്ചും അതുപോലെ പ്രക്ഷോഭകാരികളെ മുർത്തദ്ദീങ്ങൾക്കെതിരെയുള്ള യുദ്ധങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളിൽ ഇക്കാര്യം വളരെ സ്പഷ്ടമായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ചില പ്രവിശ്യകളെ മറ്റുള്ളവയുമായി ലയിപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ച് പ്രക്ഷോഭകാരികളായ മുർത്തദ്ദീങ്ങൾക്കെതിരെ ഉണ്ടായ യുദ്ധങ്ങൾക്ക് ശേഷം ഇങ്ങനെ സംഭവിക്കുകയുണ്ടായി. ഹദർ മൗത്തിലെ ഗവർണറായ ഹസരത്ത് സിയാദ് ബിൻ ലബീദിൻ്റെ കീഴിൽ പിന്നീട് കിന്ദയെയും ചേർക്കുകയും ശേഷം ഹദർ മൗത്തിനെയും കിന്ദയുടെയും രണ്ടിനെയും ഗവർണറായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഹദരത്ത് അബൂബക്കർലാൻ്റെ കാലഘട്ടത്തിൽ ഗവർണറെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യകാല മുസ്ലിങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ആരാണ് അവരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചതെന്ന് നോക്കുമായിരുന്നു. അതുപോലെ നുബുവത്തിൻ്റെ പാഠശാലയിൽ നിന്നും ശിക്ഷണം നേടിയവരെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം ലഭിച്ചവരെയും ഗവർണറായി നിശ്ചയിക്കുമായിരുന്നു. ആദ്യ പരിഗണന അത്തരക്കാർക്കായിരുന്നു, പ്രിഫറൻസ് അവർക്കായിരുന്നു നൽകിയിരുന്നത്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്രകാരമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിനായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം ഒരു തരത്തിലും മാറ്റം വരുത്തുമായിരുന്നില്ല. ഉദാഹരണത്തിന് ഹദരത്ത് ഉസാമയെ സൈന്യാധിപനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിരുന്നു. പിന്നീട് ചില ആളുകൾ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുതിർന്ന ഏതെങ്കിലും സാബി ആ പദവിയിലേക്ക് നിയമിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഹദരത്ത് ഉസാമയെ തന്നെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു. അതുപോലെ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും ഏറ്റവും കൂടുതൽ ഫലം എടുത്തതെന്നും അദ്ദേഹം വിലയിരുത്തുമായിരുന്നു. അക്കാരണത്താൽ തന്നെ അദ്ദേഹം പലപ്പോഴും മക്ക വിജയത്തിന് മുമ്പ് തന്നെ മുസ്ലിം ആയവരെ ആയിരുന്നു ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചിരുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും ഗോത്രമഹിമയോ ബന്ധുത്വമോ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല. അപ്രകാരമുള്ള കർശന നിലപാടും ഉന്നത നിലവാരവും കാരണത്താൽ അദ്ദേഹം ഗവർണറായും ഭരണകർത്താക്കളായും നിശ്ചയിച്ചവരെല്ലാം തന്നെ എപ്പോഴും തങ്ങളുടെ മികച്ച കഴിവുകൾ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും സേവനാർത്ഥം കാഴ്ചവെക്കുകയുണ്ടായി.
ഹജരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഗവർണർമാരെ നിശ്ചയിക്കുമ്പോൾ അതാത് പ്രദേശവാസികളുടെ അഭിപ്രായങ്ങളെ മാനിച്ചിരുന്നു. ഹജരത്ത് ആലാ ബിൻ ഹദലമി നബിയുടെ കാലത്ത് ബഹ്റൈനിലെ ഗവർണറായിരുന്നു. പിന്നീട് എന്തോ കാരണത്താൽ അദ്ദേഹത്തെ അവിടെ നിന്നും മറ്റെവിടെയോ പറഞ്ഞയച്ചു. പിന്നീട് ഹജരത്ത് അബൂബക്കറിന്റെ ഖിലാഫത്തിൽ ബഹ്റൈൻ വാസികൾ അദ്ദേഹത്തോട് ഹജരത്ത് ആലായെ അവരുടെ അടുക്കലേക്ക് തിരിച്ചയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അത് മാനിച്ചുകൊണ്ടാണ് ഹജരത്ത് അബൂബക്കർ ഹജരത്ത് ആലാ ബിൻ ഹദലമിയെ വീണ്ടും ബഹ്റൈനിലേക്ക് ഗവർണറെ നിശ്ചയിച്ചത്. ഗവർണർമാർക്കും അദ്ദേഹം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതേക്കുറിച്ച് പ്രകാരം വന്നിരിക്കുന്നു: ഗവർണറെ നിയമിക്കുമ്പോൾ ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അവർക്ക് നേരിട്ടും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. തബരി ചരിത്രത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അമർ ബിൻ ആസും വലീദ് ബിൻ ഉഖബയും അദ്ദേഹം ഇപ്രകാരം ഉപദേശം നൽകിയിട്ടുണ്ടായി: അകമേയും പുറമേയും ദൈവഭയം ഉൾക്കൊള്ളുക. അള്ളാഹുവിനെ ഭയന്നവർ തങ്ങളുടെ മോക്ഷണത്തിലുള്ള മാർഗം നേടിയിരിക്കുന്നു. അത്തരക്കാർക്ക് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു റിസ്ക്, ജീവനോപാധികൾ നൽകുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് അവൻ കുറ്റങ്ങൾ മാപ്പാക്കുന്നു. അതായത് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. അവൻ ഏറ്റമേറ്റം പ്രതിഫലം നൽകുന്നു. ദേവദാസന്മാർ പരസ്പരം ഉപദേശിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമായ കാര്യം ദൈവഭയം അവലംബിക്കുക എന്നതാണ്. നിങ്ങൾ ദൈവമാർഗത്തിൽ ചലിക്കുവാൻ പോവുകയാണ്. ആയതിനാൽ നിങ്ങളുടെ ദീനിന് പ്രബലതയും ഭരണത്തിന് സുരക്ഷയും സംരക്ഷണവും നൽകാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അലംഭാവം കാണിച്ചാൽ അതൊരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റമായി നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും അലസതയോ അനാസ്ഥയോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹദരത്ത് മുസ്തവറദ് ബിൻ ഷദ്ദാദ് വിവരിക്കുന്നു: ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കേട്ടു: നാം നിശ്ചയിച്ച ഗവർണർ ഒരു ഭാര്യയെ കൂടെ താമസിപ്പിച്ചു കൊള്ളട്ടെ, സഹായിക്കാൻ സേവകൻ ഇല്ലെങ്കിൽ ഒരു ഭൃത്യനെയും വെച്ചു കൊള്ളട്ടെ, താമസത്തിനായി സൗകര്യമില്ലെങ്കിൽ ഒരു വീടും സ്വീകരിച്ചു കൊള്ളട്ടെ. മുസ്തൗറദ് പറയുന്നു: ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു പറയുകയുണ്ടായി: ആരാണോ ഇവ കൂടാതെ വല്ലതും നേടിയെടുക്കുന്നത് അവൻ അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ മോഷ്ടാവാണ്. ഇനി ഗവർണർമാരെ എങ്ങനെയായിരുന്നു പരിശോധിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് വന്നിരിക്കുന്നു. ഹദരത്ത് അബൂബക്കർ ഗവർണർമാരുടെയും ഭരണകർത്താക്കളുടെയും ഓരോരോ ചലനത്തിലും ദൃഷ്ടി വയ്ക്കുമായിരുന്നു. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസ സൗഭാഗ്യം സിദ്ധിച്ചിരുന്നതിനാൽ നിസ്സാരമായ വീഴ്ചകൾ ഹജരത്ത് ഉമറിൻ്റെ നയത്തിനെതിരായി അദ്ദേഹം മാപ്പാക്കി കൊടുക്കുമായിരുന്നു. തബരി ചരിത്രത്തിൽ വന്നിരിക്കുന്നു: ഓരോരോ കാര്യങ്ങളിലും കണ്ണുണ്ടായിരുന്നു, എന്നിരുന്നാലും നിസ്സാര കാര്യങ്ങളാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു. തബരി ചരിത്രത്തിൽ വന്നിരിക്കുന്നു: ഹജരത്ത് അബൂബക്കർ സ്വന്തം ഗവർണർമാരെയും ആളുകളെയും തടവിലാക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഗുരുതരമായ തെറ്റ് ചെയ്തവരെ വേണ്ട വിധം ശാസിക്കുകയും ചെയ്തിരുന്നു. അതിപ്പോൾ എത്ര ഉന്നത പദവിയുള്ള ആളായിരുന്നാലും ശരി. അദ്ദേഹത്തിന് ഒരിക്കൽ ഹദരത്ത് മുഹാജിർ ബിൻ ഉമ്മയ്യയെക്കുറിച്ച് ഇപ്രകാരം അറിയാനിടയായി: അദ്ദേഹം മുസ്ലിങ്ങളെ പരിഹസിച്ച് കവിത ചൊല്ലുന്ന ഒരു സ്ത്രീയുടെ പല്ല് അടിച്ചു പൊട്ടിക്കുകയുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഹദരത്ത് മുഹാജിറിനെതിരെ നടപടിക്കായി കത്തെഴുതി. ഏതുവരെ എന്നാൽ ഖാലിദ് ബിൻ വലീദിനും ഏതോ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ അതറിഞ്ഞത് ഉടൻ തന്നെ അദ്ദേഹം ശിക്ഷാ നടപടി എടുക്കാൻ തയ്യാറായി. അമീർമാരെയും ഗവർണർമാരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: ഹദരത്ത് അബൂബക്കർ വിവിധ പട്ടണങ്ങളിലും പ്രദേശങ്ങളിലും നിശ്ചയിച്ചിരുന്ന ഗവർണർമാർക്കും അമീർമാർക്കും വിവിധ ചുമതലകളും ഏർപ്പെടുത്തിയിരുന്നു. അമീർമാർക്കും അവരുടെ അസിസ്റ്റന്റ്മാർക്കും നായിബുമാർക്കും സാമ്പത്തിക ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നു. അവർ താങ്കളുടെ പ്രദേശങ്ങളിലെ ധനികരിൽ നിന്നും സക്കാത്ത് ശേഖരിച്ച് ദരിദ്രരിൽ വിതരണം ചെയ്യുമായിരുന്നു. അമുസ്ലിങ്ങളിൽ നിന്നും ജിസിയ ശേഖരിച്ച് ബൈത്തുൽ മാലിൽ, ട്രഷറിയിൽ അടക്കുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു മുതൽ ഈ ചുമതല അവർക്കുണ്ടായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഉടമ്പടികളെ പുതുക്കിയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും നജ്റാൻ വാസികൾക്കും ഇടയിലുണ്ടായ ഉടമ്പടി നജ്റാൻ്റെ ഗവർണർ പുതുക്കിയുണ്ടായി. കാരണം നജ്റാൻകാരായ ക്രിസ്ത്യാനികൾ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. അമീർമാർ തങ്ങളുടെ ഭരണ പരിധിയിൽ ജനങ്ങൾക്ക് ശിക്ഷണവും ഇസ്ലാമിൻ്റെ പ്രചാരണ വേലയും പ്രസിദ്ധിയും വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പരമാവധി ശ്രമങ്ങൾ ചെയ്തിരുന്നു. അവരിൽ മിക്കവരും പള്ളികളിൽ സഭകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ഖുർആനും ഇസ്ലാമിക കൽപ്പനകളും മര്യാദകളും പഠിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യചര്യയെ പിന്തുടർന്നാണ് അവർ അപ്രകാരം ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫത്തു റസൂൽ ഹദരത്ത് അബൂബക്കറിൻ്റെയും കണ്ണിൽ ഈ ഉത്തരവാദിത്വം ഏറ്റവും പരമപ്രധാനമായിരുന്നു. അക്കാരണത്താൽ ഹദരത്ത് അബൂബക്കറിൻ്റെ അമീർമാരും ഗവർണർമാരും ഈ ഉത്തരവാദിത്വം നല്ല നിലയിൽ നിർവഹിച്ചു പോന്നിരുന്നു. മികച്ച നിലയിൽ അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഇതുവരെ എന്നാൽ ഹദരത്ത് അബൂബക്കർ ഹദർ മൗത്തിൽ നിശ്ചയിച്ച അമീറായ സിയാദ് ബിൻ ലബീദിനെ കുറിച്ച് ഒരു ചരിത്രകാരൻ ഇപ്രകാരം എഴുതുന്നു: സുബൈ ആയാൽ തന്നെ അദ്ദേഹം അമീർ ആകുന്നതിന് മുമ്പ് ചെയ്തിരുന്നത് പോലെ ഒരുപാട് പേരെ ഖുർആൻ പഠിപ്പിക്കാനായി പള്ളിയിൽ വരുമായിരുന്നു.
അതുപോലെ തന്നെ ആമിർമാർ തങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനായി വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. ഇസ്ലാമിൻ്റെ ഭരണം നടപ്പിൽ വന്ന പ്രദേശങ്ങളിലും പ്രക്ഷോഭകാരികളായ മുർത്തദ്ദീങ്ങളുടെ പ്രദേശങ്ങളിലും അത്തരം സുശിക്ഷണങ്ങളുടെ ഫലമായി ഇസ്ലാമിന് ശക്തമായ വേരോട്ടം ലഭിച്ചു. പുതു മുസ്ലിങ്ങളുള്ള മതാധ്യാപനങ്ങൾ ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത ഇടങ്ങളിൽ ആ അധ്യാപനങ്ങൾക്ക് വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. ഇസ്ലാമിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ തായിഫിലും മദീനയിലും ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ശിക്ഷണവും നൽകുന്നതിനായി അധ്യാപകരെ നിശ്ചയിക്കുകയുണ്ടായി. ഇതെല്ലാം ഖലീഫ അല്ലെങ്കിൽ അമീറിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു നടന്നിരുന്നത്. അതുപോലെ ഖലീഫ പ്രത്യേകമായ നിലയിൽ ശിക്ഷണ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെടുത്തിയവർ അക്കാര്യം നിർവഹിച്ചിരുന്നു. പ്രാദേശിക അമീർ അല്ലെങ്കിൽ ഗവർണർ തങ്ങളുടേതായ പ്രവിശ്യകളിലെ ഭരണപരമായ കാര്യങ്ങൾക്ക് നേരിട്ട് ഉത്തരവാദികളായിരുന്നു. അവർ ഏതെങ്കിലും യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ തൽസ്ഥാനത്ത് ഡെപ്യൂട്ടിമാരെ നിയമിക്കുകയും ഭരണ ചുമതല അതുപോലെ ഭരണനിർവഹണത്തിനുള്ള എല്ലാ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതിനുദാഹരണം ഇതാണ്. ഹസരത് മുഹാജിർ ബിൻ അബി ഉമയ്യയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിന്തയിലെ ഗവർണറാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹസരത് അബൂബക്കർ റളിയല്ലാഹു അൻഹും ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഭരണ തുടർച്ച നൽകി. മുഹാജിറിന് രോഗകാരണത്താൽ യമനിൽ പോകാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് മദീനയിൽ തന്നെ തങ്ങേണ്ടി വന്നു. അദ്ദേഹം തലസ്ഥാനത്ത് സിയാദ് ബിൻ ലബീദിനെ അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന് രോഗശമനമുണ്ടായി. യമനിൽ തിരിച്ചെത്തും വരെ ആ ചുമതല സിയാദിനായിരുന്നു. ഹസരത് അബൂബക്കറും അതിന് അനുമതി നൽകി. അതുപോലെ ഇറാഖിൽ ഗവർണറായിരുന്ന സമയത്ത് ഹസരത്ത് ഖാലിദ് ബിൻ വലീദ് ഹെറയിൽ തിരിച്ചെത്തുന്നത് വരെ തൻ്റെ ഡെപ്യൂട്ടിയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരണം ഇനിയും തുടരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വിവരിക്കുന്നതായിരിക്കും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. ما كان